ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അവൾക്ക് വേണേ ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ ചലഞ്ച് ചെയ്യാണ്. അവള് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് അവളുടെ ബോഡിയിൽ ഡ്രഗ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ അവൾ പറയുന്ന സംഭവം ഞാൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോ അനാവശ്യം പറഞ്ഞു നടക്കും. ഞാൻ MDMA യൂസ് ആക്കും, അത് യൂസ് ആക്കും, ഇത് യൂസ്. അവളാണ് എനിക്ക് തന്നിട്ടുള്ളത് തന്നെ. ഓപ്പണായിട്ട് പറയും, എനിക്ക് തന്നെ ഇതൊരു MDMA യൂസ് ആക്കി. അവളാണ് എനിക്ക് ജോയിൻറ്റ് തന്നിട്ടുള്ളത്. അവൾക്ക് എൻ്റെ ബിസിനസ് ഉണ്ട്, അവളാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇവൾ ആദ്യമായിട്ട് പറഞ്ഞ് വലിച്ചു നോക്ക് നല്ലതാന്ന് പറഞ്ഞിട്ട് തന്നതാണ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 200ഓളം ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. 200 പേരൊന്നും ഇല്ല, ഒരു കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ ബ്രോ ഇത് റിയാക്ട് ചെയ്യാത്തതെന്ന്. അങ്ങനെ നമുക്ക് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. മാത്രമല്ല ഇന്നലെ എനിക്ക് ഒരുത്തിന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചേക്കുന്നു. മെസ്സേജ് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. അതാണ്ടേ, ഹായ് അനന്തു, ഇന്ന് രാവിലെയാണ് ഫസ്മിന ഇഷ്യൂവിൽ താൻ റിയാക്ട് ചെയ്ത കണ്ട്. ഐ ഡോണ്ട് നോ വിച്ച് ടു ബിലീവ്. ഇത് വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, എന്നിട്ട് ഇവൻ എവിടാണ് ഇത് കണ്ടതെന്ന് എനിക്ക് നോ ഐഡിയ. ഈ ഗർഭത്തിന്റെ ഉത്തരവാദി ഞാനല്ല ഗൈസ്, വേറെ ഏതോ ഒരുത്തൻ ചെയ്ത വീഡിയോ ആണ്. അല്ലാതെ കണ്ടവന്റെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യം എനിക്ക് അത്രയും ഗതികളൊന്നും വന്നിട്ടില്ല. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതി. അങ്ങനെ ചെയ്യുന്ന വീഡിയോ ആണ് ഗൈസ്. സോ കം ടു ദ പോയിന്റ്. ഇതാണ് ഫസ്മിന. ഫസ്മിന പുള്ളിക്കാരത്തിയെ കുറച്ച് ആൾക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന പുള്ളിക്കാരത്തിൽ ഇപ്പോഴത്തെ കാമുകൻ. ഓക്കെ, നമ്മുടെ ഗെയിമർ MRC തൊപ്പിന്റെ പഴയ കാമുകയായിരുന്നു. തൊപ്പി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ അടുത്തിടയ്ക്കും പുള്ളിയുടെ പേരിലുള്ള ഡ്രഗ് കേസും അത് ഫേക്ക് ആണെന്നൊക്കെ പിന്നെ തെളിയൊക്കെ ഉണ്ടായി, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും പുള്ളി ഇപ്പം പ്രോപ്പറായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല, പ്രോപ്പറായിട്ടുള്ള വീഡിയോസേ ഇടുന്നില്ല. എന്ത് പറ്റിയത് നോ ഐഡിയ. അപ്പം ഈ ഫസ്മിനയും ഇദ്ദേഹത്തിന്റെ റൂംമേറ്റ് അസ്മിന നമ്മളെ പേര് കേൾക്കുമ്പോൾ ടിൻസ് ആണെന്ന് വിചാരിക്കും. കാര്യം ഈ ഫസ്മിനേന്റെ എഫ് മാറ്റിക്കഴിഞ്ഞാൽ അസ്മിനയായി. പക്ഷെ ഇവര് റൂംമേറ്റ് ആണ് ഗൈസ്. ഇവര് തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫസ്മിനയുടെ കാമുകൻ അസ്മിനെ കയറി പിടിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അസ്മിന കൊണ്ടുപോയി കേസ് കൊടുത്തു. ചെറുക്കനകത്തായി, പിന്നെ ചെറുക്കം പുറത്തായി. ഇങ്ങനെയൊക്കെയാണ് കഥയൊക്കെ പോകുന്നത്. നമുക്ക് അതിനെപ്പറ്റി വിശദമായി സംസാരിക്കാം. അപ്പം കം ടു ഫസ്മിന. പുള്ളിക്കാരത്തി തൊപ്പി കാരണം ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. ഓക്കെ, ബേസിക്കലി ഇവരെ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഇൻഫ്ലുവൻസർ ഒന്നും വിളിക്കരുത്. കാര്യം ഒരു തരത്തിലും ഇവരെ ഒന്നും ആരും ഇൻഫ്ലുവൻസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ഇത്. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ പുണ്യാളത്തി ആളുകളെ പറ്റിക്കുന്ന മഞ്ഞ പച്ച ചുവപ്പ് കുത്തിക്കഴിഞ്ഞാൽ 100 വെച്ചാൽ 500 കിട്ടും, 500 വെച്ചാൽ 1000 കിട്ടും, 1000 വെച്ച് കഴിഞ്ഞാൽ 10000 കിട്ടും എന്ന് പറയുന്ന എല്ലാ മല്ലു ഫാമിലിയിലൊക്കെ ലവൻ ചെയ്യുന്ന ഉടായ്പുണ്ടല്ലോ, ഉടായ്പ് ഗെയിം പ്രൊമോഷൻ ആപ്പ്. ഈ സാധനത്തിന്റെ പ്രൊമോഷനാണ് മെയിൻ ആയിട്ട് പുള്ളിക്കാരത്തി ചെയ്യണം. സോ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ജീവിക്കുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് ഈ പറയുന്ന വ്യക്തി. മെയിൻ അതാണ് പരിപാടി. നമ്മൾ ഒരു തരത്തിലും ആ ഒരു സാധനത്തിനെ പ്രൊമോട്ട് ചെയ്യത്തില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യുന്നവരടുത്ത് അന്നും ഇന്നും പട്ടിപ്പുച്ച. അപ്പൊ നമ്മൾ സബ്ജക്റ്റിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ, ഈ അസ്മിന ഇഷ്യൂവിനകത്ത് ഇത് കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് 2 ഉടായ്പാണ് ഗൈസ്. 2 പൂരോ ഉടായ്പകളാണെന്നാണ് എനിക്ക് തോന്നിയത്. ഉള്ള കാര്യം പറയില്ല. ഇവളുമാർക്ക് വീട്ടിൽ ചോദിക്കാനും പറയുന്നു ആരും ഇല്ലൂടെ. ഇങ്ങനെ ഓച്ചറക്കാളെ പോലെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാണ്. മനസ്സിലാവണില്ല. ഈ ഡയലോഗ് കേട്ട് കഴിയുമ്പോൾ ചില ആൾക്കാർ കുറച്ചൊക്കെ റെസ്പെക്റ്റോടെ സംസാരിച്ചൂടെ എന്നൊക്കെ ചിലപ്പം ആളുകൾ ചോദിക്കാം. ഇവർക്കൊക്കെ ഇത്ര റെസ്പെക്ട് കൊടുക്കാൻ എനിക്ക് അറിയത്തുള്ളൂ. കാര്യം അല്ലെങ്കിൽ റെസ്പെക്ട് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തു വെച്ചിട്ടില്ല. ഓക്കെ, അപ്പം അഗൈൻ കം ടു ദ സബ്ജക്ട്. ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഫസ്മിന എന്ന് പറയുന്ന വ്യക്തിന്റെ ഒരു വോയിസ് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് വൈറലായി. മില്യൺസ് ഓഫ് വ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ട്. ഈ അസ്മിനന്റെ അമ്മയെ വിളിക്കുന്ന ഒരു വോയിസ് റെക്കോർഡാണ് ഗൈസ് ലീക്കായി. നമുക്ക് ആ ഒരു വോയിസ് ആദ്യം ഒന്ന് പ്ലേ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എനിക്ക് വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഇപ്പൊ എന്താ വേണം? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പൊളിറ്റീഷ്യനിൽ വന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞ മനസ്സിലായാ? നിന്നെ പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നു അവള്. എന്റെ കാലും കയ്യൊന്നും നീ പിടിക്കുകയൊന്നും വേണ്ട. നീ എന്റെ കാലും, നിന്നെ പോലത്തെ ഒരു പെങ്കൊച്ചല്ലായിരുന്നു അത്. നിനക്ക് ഇത്രയും ദിവസം ബോധോദയം ഉണ്ടായില്ലേ? നീ എന്നെ പറ്റി എന്താണ് ഈ കരുതിയത്? എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാൻ അഴിച്ചു വിട്ടിരിക്കണം നീ വിചാരിച്ചായിരുന്നാ? നിന്നെ പോലെ അഴിച്ചു വിട്ടിരിക്കണമെന്ന് വിചാരിച്ചായിരുന്നാ? നിന്റെ വീട്ടിലെ എന്റെ ആങ്ങളമാര് പോവാഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? നിന്നെ പിന്നെ നാടനില്ലാതെ ഏരിയ മൊത്തം അഴിച്ചു വിട്ടിരിക്കണം എന്നാ നാട്ടുകാർ മൊത്തവും പറഞ്ഞ്. അതുകൊണ്ടാ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവരോട് സിയോട് സംസാരിച്ചാൽ മതി. നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട. നീ ഇനി എന്റെ മോളെ ഫോണിൽ വിളിക്കരുത്. നീ ഇനി വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം അതായിരിക്കും. പറഞ്ഞ മനസ്സിലായ? നീ ഇനി വിളിക്കരുത്. ഫസ്മിനന്റെ ബോയ് ഫ്രണ്ടിനെ പോലീസ് പൊക്കിക്കൊണ്ടുപോയി. അത് അസ്മിന കേസ് കൊടുത്തിട്ടാണ് പോലീസ് പൊക്കിക്കൊണ്ടുപോയത്. ആ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അസ്മിനെ വിളിച്ചത്. അസ്മിനന്റെ ഉമ്മായി വിളിച്ചത്. അപ്പൊ അതിനകത്ത് പുള്ളിക്കാരത്തി തന്നെ പറയുന്നുണ്ട് ഇവര് പ്രഗ്നന്റ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതൊക്കെ ഉള്ളതാണ്, നോ ഐഡിയ. എന്നിട്ട് വേറൊരു വോയിസും കൂടെ സർക്കുലേറ്റ് ആവുന്നുണ്ട്. ഈ ഫസ്മിന ഇനി അസ്മിനെ വിളിക്കുന്നത്. അന്നേരം അതുകൂടെ കേൾക്കാം ഗൈസ്. എന്തുകൊണ്ടാ കിട്ടാത്തെ? എനിക്കറിയില്ല. ഞാൻ എന്നെ തല്ലിയനല്ലേ കേസ് കൊടുത്തേ.
ഉപദ്രവിച്ചേ. എനിക്കറിയില്ല എന്റെ ബോഡിയിൽ പാടുണ്ടെന്ന്. പിന്നെ ഞാൻ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റിയാൽ ബോഡി ഫുൾ അവൻ പാടാക്കിയേക്കും. അവൻ എന്നെ ചെയ്യാത്ത ഒന്നുമില്ല വാസി. അവൻ എന്റെ വയറ്റിലൊക്കെ ചവിട്ടിയായിരുന്നു. എന്റെ പൊന്നുമോളെ എന്റെ അച്ഛനെ വളർത്തിയിട്ട് പറഞ്ഞു. ഒരിക്കലും അച്ഛൻ കള്ളസത്യം ഇടാറില്ല എന്റെ അച്ഛനെ വെച്ച്. എന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ എനിക്ക് വേണ്ടി നീ ഒന്ന് കേസ് പിൻവലിക്കോ? എന്തോ എനിക്ക് വേണ്ടി കേസ് ഞാനിപ്പോ ഇരുന്ന് ആലോചിക്കുക. എൻഗേജ്മെന്റ് ആണ്. ഓക്കെ, പക്ഷെ നിന്റെ ലൈഫ് പോകും. നീ അവനെ കെട്ടുവാണെങ്കിൽ നിന്റെ ലൈഫ് ഉറപ്പായിട്ടും പോകും. എനിക്ക് ഇതിനകത്ത് അത്രേ പറയാനുള്ളൂ. പ്രഗ്നന്റ് എന്നാ ചെയ്യാനാ? അത് നീ ആഴ്ചയായി. ഞാൻ എന്ത് ചെയ്യാനാ? ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം പറ. നീ ഒന്ന് കേസ് പിൻവലിക്കാൻ എന്ത് വേണം ചെയ്യാൻ നിനക്ക്? ഓക്കെ, അവനോടുള്ള ദേഷ്യം മാറ്റ്. ഞാൻ നിന്നോട് കാല് പിടിക്കോ? എനിക്ക് അവിടെ അത്ര ദേഷ്യമുണ്ട്. കാരണം അവനെ നന്നായിട്ട് ഉപദ്രവിച്ച്. അവൻ ഒരിക്കലും ഒരാളുടെ മേത്ത് കൈ വയ്ക്കാൻ ധൈര്യം ഇല്ല. അതിനവൻ പൊങ്ങത്തില്ല എന്ന് എനിക്കറിയാം. ഒരു പെണ്ണിനെ അവൻ നന്നായിട്ട് തല്ലും. അങ്ങനത്തെ മരുന്നാണ് അവൻ. ഒരു പെണ്ണ് നിന്നെ അവൻ നല്ല രീതിക്ക് ഉപദ്രവിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കറിയാം. എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി പോയി. ഞാൻ പ്രഗ്നന്റ് ആയി പോയില്ലേ? എടേ, നീ പ്രഗ്നന്റ് ആണ്. ഓക്കെ, പക്ഷെ ഞാൻ നിന്റെ കാല് പിടിക്കും. എനിക്ക് വേറെ വഴിയില്ലാത്തോടെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കൊച്ചിനെ ഇതെല്ലാം നോക്കേണ്ടി വരും ജാമ്യം കിട്ടിയില്ലെങ്കിൽ. അപ്പം തന്റെ കാമുകന് വേണ്ടി കാല് പിടിച്ച് കരയുന്ന ഫസ്മിനെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടത്. പ്രഗ്നന്റ് ആണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇനി ശരിക്കും ഒരു പ്രഗ്നന്റ് ആണ് ആയാലും അത്ഭുതമൊന്നുമില്ല, അത് വേറെ കാര്യം. സോ എന്തായാലും അസ്മിന കേസ് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. അവർ കേസുമായിട്ട് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ഈ അസ്മിനേന്റെ കുറെ വോയിസ് പല ചാനലുകളിലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവർ അയച്ചു കൊടുത്ത കുറെ വോയിസ് പല ചാനലുകളിൽ കടന്നിങ്ങനെ കറങ്ങുന്ന കണ്ടു. ഇതിനെപ്പറ്റി ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു വോയിസിനകത്ത് എന്തുകൊണ്ടാണ് ഇവർ കേസ് കൊടുത്തത്, ഈ അസ്മിന കൊണ്ടുപോയി കേസ് കൊടുത്തതെന്ന് പുള്ളിക്കാരത്തി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം. ഇത് ഈ ഫസ്മിനയുടെ ബോയ് ഫ്രണ്ടും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് താമസിച്ചിരുന്നത്. ഞാൻ ഫസ്മിന വേറെ കുറച്ച് പെമ്പിള്ളേരൊക്കെ ആയിട്ടപ്പോൾ ഫസ്മിന ഇതേ കണക്ക് ഇവനെ 2 ദിവസം കണ്ട് 2 ദിവസം പരിചയപ്പെട്ട് അന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റേ ആക്കി. എന്നിട്ട് ഇവനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ വീട് മാറുന്നൊരു ഇതായി. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അടിയായപ്പോൾ ഇവള് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് വീട് മാറിക്കോ, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓക്കെ വീട് മാറാമെന്ന് വെച്ച് നമുക്ക് ഇവളിങ്ങനെ കുറേ ടോക്ക് എടുത്തിട്ട് ഇവിടുന്ന് എന്തൊക്കെ മോട്ടിച്ചിട്ടുണ്ടാവും, ഇവളെ പൈസ ഇവിടെ ഞങ്ങൾക്ക് പച്ചക്കറിയുടെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ കണക്കൊക്കെ പറഞ്ഞു കുറേ. ശരിയടി, നീ ഞങ്ങൾക്ക് മേടിച്ചെന്ന് എല്ലാ പൈസ ഞങ്ങൾ തിരിച്ചു തരാൻ പറയുമ്പോൾ ഇവള് എൻ്റെ ഫാമിലി ചീത്ത വിളിച്ചു. അപ്പോൾ ഈ ഷിബിൽ എന്ന് പറഞ്ഞ ചെറുക്ക അവിടെ നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ അത് എനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ റൂമിനകത്തോട്ട് കയറിപ്പോയപ്പോൾ ഇവ റൂമിനകത്തേക്ക് വന്നിട്ട് റൂം ലോക്ക് ചെയ്ത്. അപ്പോൾ ആ റൂമിനകത്ത് ഞാനിവന് മാത്രം, ബാക്കി എല്ലാവരും പുറത്തു നിന്നുകൊണ്ട് കൊട്ടയായിരുന്നു. ഇവൻ തുറന്നു കൊടുത്തില്ല. എന്നിട്ട് ഇവൻ എന്നെ ബാഗ് എടുത്ത് എൻ്റെ മണ്ടയ്ക്ക് എറിഞ്ഞ് എന്നെ കുറേ ഉപദ്രവിച്ച് എൻ്റെ ദേഹത്ത് ഫുള്ള് പാടാക്കി എൻ്റെ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ കയറി പിടിച്ചവൻ നല്ല രീതിക്ക് എന്നെ ഉപദ്രവിച്ച്. പിന്നെ അവൻ എൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചൊക്കെ ഊരാൻ നോക്കി. മൊത്തത്തിൽ പറഞ്ഞ് എന്നെ അവൻ റേപ്പ് ചെയ്യാൻ നോക്കി. എന്നിട്ട് അവിടെ നാട്ടുകാർ ഓടി വന്നിട്ടാണ് എന്നെ വെറുതെ വിട്ട. അപ്പോൾ ഈ കഥയിലെ പുണ്യാളത്തികളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടേക്കാണ് നമ്മുടെ ഫസ്മിനയുടെ ഫസ്മിനയുടെ കാമുകൻ, നിലവില്ലാത്ത കാമുകൻ കയറി വരുന്നതും. ഇങ്ങനെ അവൻ ഈ പെണ്ണിനെ റൂമിൽ പൂട്ടിയിട്ടിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഇവര് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് ഈ പെണ്ണ് കൊണ്ട് കേസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ലിവളയും വിളിച്ചിട്ട് കാല് പിടിച്ചേക്കുന്നത്. അതാണ് കഥ. പക്ഷേ ഇവിടെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ കേസിനകത്ത് ഇതൊരു റേപ്പ് കേസാണ്. അങ്ങനെ പെട്ടെന്ന് ബെയിലൊന്നും കിട്ടില്ല, ജാമ്യം കിട്ടില്ല. ഇവന് ജാമ്യം കിട്ടി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ സിനാരിയിലുള്ള വേറൊരു സുഹൃത്ത്, ആ സുഹൃത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അസ്മിനയുടെ സുഹൃത്താണ്. ഹണി എന്തോ ആണ് അവന്റെ പേര്. ഈ പെണ്ണ് ഫസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവൻ അങ്ങനൊന്നും ചെയ്തില്ല എന്നുള്ള രീതിയിൽ മൊഴി കൊടുത്തു. അങ്ങനെയാണ് ഈ പറയുന്ന ഈ ചെറുക്കന് ബെയിൽ കിട്ടുന്നത്. അതിനെപ്പറ്റി ഈ പറയുന്ന അസ്മിന തന്നെ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഉപദ്രവിച്ചു തന്നെ. എന്റെ ദേഹത്ത് ഫുള്ള് നല്ല പാടാക്കി നല്ലതുപോലെ ഉപദ്രവിച്ച്. എന്നിട്ട് ഞാൻ എന്റെ ബോഡി ഫുള്ള് ഞാൻ എന്റെ അമ്മേനെയും ഡോക്ടറിനെയും കാണിച്ചപ്പോൾ ഡോക്ടേഴ്സും അവരൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്ന് ഞങ്ങളുടെ കേസ് കൊടുത്തു. ഇപ്പൊ കേസ് ബൈ ദ വേ ഇതാണ് കേട്ടോ അസ്മിന, പുണ്യാളത്തി നമ്പർ 2. ഓക്കെ, ഇതിനെ നമ്മൾ ഇതുവരെ കാണിച്ചില്ല. ഇതാണ് വ്യക്തി. മുഖമൊക്കെ ഓർത്ത് വെച്ചോ. ഇല്ല, അത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഹണി. അവള് ശരിക്കുള്ള രാഖി എന്നാണ്. അപ്പൊ ഈ പെണ്ണാണെങ്കിൽ അവള് എന്റെ കൂടെയാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവള് പെട്ടെന്ന് മൊഴി മാറ്റി പറഞ്ഞു. അവള് എല്ലാരോടും പറഞ്ഞതാണ് അസ്മിനെ അടിച്ചത് അവള് കണ്ടതാണ്, അവള് ഉണ്ടായിരുന്ന കൂടെയെന്ന്. അന്ന് അവിടെ ഫസ്മിന, രാഖി, അജു, ഷിബി ഞങ്ങൾ
ഞാനെയും കൂടി 5 പേരെ ഉണ്ടായി. സോ ഇവിടെയും അടിച്ചത് കണ്ടു എന്നാണ് പറയുന്നത്, അല്ല റേപ്പ് ചെയ്യുന്നത് കണ്ടു എന്നുള്ള രീതിയല്ല പറയണം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, പുള്ളിക്കാരത്തി മൊഴി മാറ്റി, അവൻ പുറത്തിറങ്ങി. എനിക്കിവിടെ തോന്നിയൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ പെണ്ണിന്റെ ശരീരത്തിൽ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഒരു തെളിവും ഇല്ലാതെ ഒരു പെണ്ണ് വന്നിട്ട് അവൻ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പിടിച്ച് അകത്തിടുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് ജാമ്യം കിട്ടത്തുമില്ല. സോ അന്നേരം ഇത്രയും പാടുകളും കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും ഈ പറയുന്ന ഒരൊറ്റ ആള് മൊഴി മാറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ആ കേസ് ഉൾട്ടെ ആയി എന്നുണ്ടെങ്കിൽ ആ കേസ് മേ ബി കള്ള കേസ് വല്ല ആയിരിക്കണം. ചിലപ്പോൾ വല്ല അടിയോ പിടിയൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും. അല്ലാതെ ഈ പറയുന്ന പോലെ റേപ്പ് അങ്ങനെ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്. പറയുന്ന നിയമങ്ങൾ ഇപ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ മിസ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം, ഈ ഒരു കേസ് കെട്ടിനകത്ത്, ഈ ഒരു വിഷയത്തിനകത്ത് രണ്ട് കൂട്ടരുടെയും സൈഡ് നിൽക്കാൻ പറ്റും. കാര്യം രണ്ടെണ്ണം ലോക ഉടായ്പകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഉള്ള കാര്യം പറയാമല്ലോ. പല വോയിസ് കേൾക്കുമ്പോഴും തന്നെ വെറ്റയുടെയൊക്കെ സ്വഭാവങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഈ പയ്യന് ജാമ്യം കിട്ടിയതിനു ശേഷം ഈ പറയുന്ന ഫസ്മിന ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ തന്നെ ഒരുമാതിരി ഇല്ല, സ്വയം തീട്ടം വരി, ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചെറിയും അവിടുന്ന് ഇങ്ങോട്ട് കുറച്ചെറിയും, ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് തന്നെയാണ് വീഡിയോ. എന്താണെങ്കിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഗൈസ്. മാത്രമല്ല എനിക്ക് ഈ കേസ് സംസാരിക്കുന്നത് തീരെ താല്പര്യമായിരുന്നു. കാരണം അമ്മാതിരി സത്യം പറയുന്നത് തീട്ട കേസാണ്. പക്ഷെ നിങ്ങളുടെ കേസല്ലേ, അപ്പൊ പിന്നെ സ്വാഭാവികം തീട്ട കേസ് ആയിരിക്കുമല്ലോ. സ്വന്തമായിട്ട് അങ്ങനെ ഒരു ബോധം ഉള്ളത് വളരെ നല്ലതാണ്. ഇത് ഹണിയാണ്. ഹണി എൻ്റെ കൂടെ മൂവിലുണ്ടായിരുന്ന, പിന്നെ ഈ കേസ് കൊടുത്ത ആളുടെ ഫ്രണ്ടായിരുന്നു. അപ്പൊ ബൈ ദ ബൈ ഇതാണ് മറ്റേ കൊച്ചു കേട്ടോ, ഹണി എന്ന് പറയുന്ന കൊച്ചു. ഇതാണ് മൊഴി മാറ്റിയെന്ന് മറ്റേ അസ്മിന വന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് പറയാൻ എന്താ സംഭവിച്ചതെന്ന്. ഞാനൊരു റൂം എടുത്ത് താമസിച്ചായിരുന്നു. ജഡ്ജിമുക്ക് തൃക്കാക്കരാണ് ഞാൻ റൂം എടുത്തത്. അപ്പം അവിടെ റൂമിന്റെ റെന്റ് 15,000 ആയിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒറ്റയ്ക്കാണ് റൂം എടുത്തത്. ഒറ്റയ്ക്ക് റൂം എടുത്ത് 1 month ആയപ്പോഴത്തേക്കും ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു ഇൻസ്റ്റയിൽ, ഇതുപോലെ റൂംമേറ്റ്സിനെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ആ കുട്ടി എന്ന് പറഞ്ഞാൽ അസ്മിന, ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാം, അവള് മെസ്സേജ് അയച്ചായിരുന്നു. അവളിങ്ങനെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, അവൾക്ക് മാറാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നീ വന്നോ, പ്രശ്നമില്ലാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഓൾറെഡി അവളെ ജസ്റ്റ് അറിയാം, എനിക്ക് മ്യൂച്വലി പരിചയം. ഓക്കെ, അന്നേരം റൂം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി സ്റ്റോറി ഇട്ടപ്പോൾ ആ സ്റ്റോറി കണ്ടു വന്നതാണ്. കുറെ പൈസയൊക്കെ മറ്റേ ആൾക്കാരെ പറ്റിക്കുന്നതിൽ പ്രൊമോഷൻ നടത്തി ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതിന്റെ 15,000 റുപ്പീസ് കൊടുത്ത് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കെൽപ്പില്ലേ? അങ്ങനെ ഇവരുടെ കൂടെ നിൽക്കാൻ വരുന്നതാണ് ഈ പറയുന്ന ഈ ഹണി എന്ന് പറയുന്ന പെങ്കൊച്ചും അതുപോലെ തന്നെ മറ്റേ അസ്മിന എന്ന് പറയുന്ന കൊച്ചും. ഓക്കെ, അതിനുശേഷമാണ് ഈ പറയുന്ന പൊല്ലാപ്പുകളൊക്കെ ഉണ്ടാവണത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ബോയ്സ് അലൗഡ് അല്ലായിരുന്നു. പിന്നെ അവിടെ വേറൊരു രീതിയിലും മോശം പരിപാടി അങ്ങനത്തെ ഇതൊന്നും പാടില്ല. കാരണം ഒന്നാമത് മുസ്ലിം ഫാമിലിയാണ് ഓണർ. അപ്പൊ അവിടെ വേറൊരു രീതിയിൽ ഒരു കാര്യം നടക്കത്തില്ല എന്നൊക്കെ ഞാൻ അസ്മിനോട് പറഞ്ഞിട്ടാണ് താമസിക്കുന്നത്. ഇവളോടും പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ഓക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ കയറിയത്. അപ്പം ബോയ്സ് പോലും അലൗഡ് അല്ലാത്ത ഒരു PG ആണ് ഗൈസ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടേക്ക് എങ്ങനെയാണ് ഈ പറയുന്ന ഫസ്മിനയുടെ കാമുകൻ കടന്നു വരുന്നത്? ബോയ്സിന് അലൗ ചെയ്യത്തില്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെയാണ് കാമുകൻ അവിടെ അങ്ങോട്ട് വരുന്നത്? അതോടെ ഭയങ്കര സംശയമാണല്ലോ അത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇവര് താമസം തുടങ്ങി റൂമിൽ. പക്ഷെ ഈ പറയുന്ന അസ്മിന റെന്റ് പ്രോപ്പറായിട്ട് കൊടുക്കില്ല. ഈ അസ്മിനയുടെ റെന്റ് കൊടുത്തോണ്ടിരുന്നത് ഈ പറയുന്ന ഹണി എന്ന് പറയുന്ന കൊച്ചായിരുന്നു എന്ന് പറയുന്നു. ഈ ഫുഡ് ഒരുമിച്ചായിരുന്നു ഇവർ വെക്കുന്നത്. അന്നേരം ഫുഡിനും ഈ പറയുന്ന അസ്മിന എന്ന് പറയുന്ന പെങ്കൊച്ച് പൈസ കൊടുക്കില്ല എന്ന് ഒക്കെയാണ് ഇവർ പറയുന്നത്. അതിനുശേഷം ഈ അസ്മിന എന്ന് പറയുന്ന പെങ്കൊച്ചിന്റെ അമ്മയെ പറ്റി ഒരു കമന്റ് ഇവർ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം ഗൈസ്. പക്ഷെ അത് ചോദിക്കാനും നിന്നിട്ടില്ല. കാരണം ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. ലൈക്ക് ഇവളുടെ അമ്മ ഒരു ബാറിന് സെക്ഷൽ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഇവള് തന്നെ പറഞ്ഞിട്ടുള്ള കഥ, എനിക്കറിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് പബ്ലിക്കലി ഇത് പറയുന്നത്. ഇവളുടെ അമ്മ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. അമ്മയുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല. മാത്രമല്ല ഇവളുടെ സ്വന്തം അമ്മ ഇവളെ ഡൽഹിയിൽ കൊണ്ട് വിറ്റിട്ട് ഇവൾ ഓടി രക്ഷപ്പെട്ട് ഇവിടെ വന്നതെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പിന്നെ രണ്ടാനച്ഛൻ ഇവളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി, അതിന്റെ മേത്ത് പാടും ഇതൊക്കെ കാണിച്ചായിരുന്നു. അങ്ങനെ ഒരു സ്റ്റോറി ഇറക്കിയിട്ടാണ് എനിക്ക് പാവം തോന്നിയിട്ടാണ് ഞാൻ കൂടെ താമസിപ്പിച്ചത്. അല്ലാണ്ട് വേറെ ഒരു ഇതുമില്ല. അവളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പൈസക്ക് അധികം ഫോഴ്സ് ചെയ്യാണ്ടിരുന്നത്. അപ്പം ഈ പറയുന്ന അസ്മിനയുടെ ഉമ്മായെ പറ്റിയാണ് ഇവർ പറഞ്ഞേക്കണേ. നമ്മൾ ആദ്യം ഒരു വോയിസ് കേട്ടില്ലേ, ആ വോയിസിനകത്ത് ഒരു സ്ത്രീ സംസാരിച്ചില്ലേ, അവരെ പറ്റിയാണ് ഈ പറഞ്ഞത്. ആ വോയിസിനകത്ത് ആ സ്ത്രീ പറഞ്ഞത് നിന്നെ പോലെ എന്റെ മോളെ അങ്ങ് അഴിച്ചു വിട്ടേക്കും അല്ലടി എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. ആ സ്ത്രീ ഈ പറയുന്ന അസ്മിനെ കൊണ്ടുപോയി ആർക്കാണ്ട് കൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ഇതിനെപ്പറ്റി ഈ അസ്മിനയുടെ ഒരു കൂട്ടുകാരിയും ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനം പറയുന്നുണ്ട്. ഈ പറയുന്ന തള്ളക്കെതിരെ ട്രിവാൻഡ്രം പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി
കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് സഹായിച്ച ആ കൂട്ടുകാരിയും ഈ പറയുന്ന അസ്മിന തേച്ചൊട്ടിച്ചിട്ടാണ് പണി കൊടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നതെന്ന് ആ കൂട്ടുകാരിയുടെ ഒരു വോയിസ് അല്ലെങ്കിൽ കൂട്ടുകാരി വിളിക്കുന്നത് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഈ അസ്മിന വെക്കുന്നുണ്ടായിരുന്നു. സോ എന്താണെങ്കിലും നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. നോ കമന്റ്സ്. അവര് തന്നെ വന്ന് അടിച്ച് തീട്ടന്മാരി എറിഞ്ഞ് തീർക്കട്ടത്. നമുക്ക് ഇങ്ങനെ വെളിയിൽ നിന്ന് ഇങ്ങനെ കാണാം ഗൈസ്. നല്ല രസമല്ലേ? അത്ര തന്നെ. അപ്പം ഈ അസ്മിനയുടെ കഥകളൊക്കെ കേട്ടിട്ടാണ് ഫസ്മിന ഒരു നന്മമരം അവിടെ കളിച്ചത്. നന്മമരമായി ഓക്കെ, അവരുടെ റെന്റും ഫുഡിന്റെ പൈസയൊക്കെ ഫസ്മിന കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ ഫസ്മിന സംസാരിക്കുന്നുണ്ട്. ഈ ആൾക്കാരെ പറ്റിക്കുന്ന ഗെയിമിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത് കുറെ പൈസ കിട്ടുന്നുണ്ടല്ലോ, അത് ഇങ്ങനെ അങ്ങ് പോയെന്ന് വിചാരിച്ചാൽ മതി. ഇനിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള പ്രധാന കാരണമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നത്. ഫസ്മിന പറയുന്ന ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. അപ്പൊ റെന്റ് തരാത്ത ടൈമിൽ ഞാൻ രാത്രി വീട്ടിൽ ചെന്നു. അവളുടെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ റൂം ഒഴിയുകയാണ്, വീട് ഒഴിയുകയാണ്, അപ്പൊ നിങ്ങൾ റെന്റ് തരണമെന്ന് പറഞ്ഞു. അവള് പറഞ്ഞു റെന്റ് തരാൻ സൗകര്യം ഇല്ലാന്ന്. റെന്റ് തരാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവള് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അവൾക്ക് വേണം ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ ചലഞ്ച് ചെയ്യാണ്. അവള് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് അവളുടെ ബോഡിയിൽ ഡ്രഗ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ അവൾ പറയുന്ന സംഭവം ഞാൻ ചെയ്യാം. കാരണം അവള് യൂസ് ചെയ്യുന്ന കാര്യം എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ലൈവായിട്ട് അവളെ ചലഞ്ച് ചെയ്യുക. അവൾക്ക് ഇങ്ങനെ ഒരു സംഭവം അവൾ ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ ഞാൻ സമ്മതിക്കാം. അവൾ പറയുന്ന എല്ലാ കാര്യം ഞാൻ സമ്മതിക്കാൻ റെഡിയാണ്. അവൾ അതിന്റെ സംഭവം ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാൻ അവളോട് റൂമിൽ അങ്ങനത്തെ സംഭവം ചെയ്യാൻ പറ്റത്തില്ല, റൂമിൽ നിന്ന് ഒഴിയണമെന്ന് പറയാനൊരു മെയിൻ റീസൺ. കാരണം ഇവിടെ പോലീസ് ഫുള്ള് റെയ്ഡ് വരുന്ന കാര്യങ്ങളും ഇതെല്ലാം അവൾക്കറിയാം. അപ്പം എന്തെങ്കിലും സീൻ വന്നാൽ എന്റെ പേരിലേക്ക് വരും, ഞങ്ങൾക്ക് എല്ലാവർക്കും സീൻ വരും. അതുകൊണ്ടാണ് അവളോട് മെയിനായിട്ട് ഞാൻ പറഞ്ഞ ആ സംഭവം നടക്കത്തില്ല, നീ പുറത്തുനിന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ റൂമിന്റെ ഉള്ളിൽ എനിക്ക് ബാധിക്കുന്ന രീതി ഞങ്ങൾക്ക് ആർക്കും ബാധിക്കുന്ന രീതി പറ്റത്തില്ല ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഈ അസ്മിന എന്ന് പറയുന്ന കക്ഷി ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു എന്നാണ് ഫസ്മിന പറയുന്നത്. അപ്പം ഈ ഫസ്മിന പറഞ്ഞ ഈ ഒരു കാര്യത്തെ ടാക്കിൾ ചെയ്തുകൊണ്ട് അസ്മിനയുടെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അതോടെ കേൾക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ അനാവശ്യം പറഞ്ഞു നടക്കും, ഞാൻ MDMA യൂസ് ആക്കും, അത് യൂസ് ആക്കും, ഇത് യൂസ്. അവളാണ് എനിക്ക് തന്നിട്ടുള്ളത് തന്നെ. ഓപ്പണായിട്ട് പറയും, എനിക്ക് തന്നെ ഇതൊരു MDMA യൂസ് ആക്കി. അവളാണ് എനിക്ക് ജോയിന്റ് തന്നിട്ടുള്ളത്. അവൾക്ക് എൻ്റെ ബിസിനസ് ഉണ്ട്, അവളാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇവൾ ആദ്യമായിട്ട് പറഞ്ഞ് വലിച്ചു നോക്ക് നല്ലതാന്ന് പറഞ്ഞിട്ട് തന്നതാണ്. അസ്മിന പറഞ്ഞ കാര്യമാണ് നിങ്ങൾ പോയി കേട്ടത്. പുള്ളിക്കാരത്തി സമ്മതിച്ചു അവള് ജോയിന്റ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പുള്ളിക്കാരത്തി സമ്മതിച്ചു. അപ്പം ഫസ്മിന ഈ പറയുന്ന അസ്മിനയ്ക്ക് കൊടുത്തു, ഫസ്മിനയ്ക്ക് കച്ചവടം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്നത്. എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവളുമാർക്കെതിരെ കേസ് എടുക്കണം, തൂക്കിയെടുത്ത് അകത്തിടണം. കാര്യം പരസ്യമായിട്ട് വന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ആരോ വിളിച്ച് തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുപോലെ ഡ്രഗ് യൂസ് ചെയ്യുന്നതോടെ ഡ്രഗിന്റെ പാർട്ടി നടത്തുന്നു എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ എല്ലാവരുടെ കുറ്റിയും പറിച്ച് ചെന്ന് ഈ തൊപ്പിയെ പൊക്കാൻ വേണ്ടി പോയ ടീംസാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവന്റെ ഫ്രണ്ട്സ് ആണ് യൂസ് ചെയ്ത് അവന്മാരെ പൊക്കിയെടുത്ത് അകത്തിടുകയും ചെയ്തു. സോ അന്നേരം ആരോ വിളിച്ചു പറഞ്ഞ ഒരു ഇതിന്റെ പേരിലാണ് നിങ്ങൾ അവിടെ ചെന്നത്. അങ്ങനെ ചെല്ലാമെങ്കിൽ ഇത് സ്വയം ഇവർ വിളിച്ചു പറഞ്ഞതാണ് ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ട്, ജോയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ പിന്നെ കേസെടുക്കാനുള്ള വകുപ്പ് സ്വയമേ കേസെടുക്കാനുള്ള വകുപ്പ് ഇതിനകത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത് ഫസ്മിന കച്ചവടം ഉണ്ടോ അല്ലെങ്കിൽ ഫസ്മിന യൂസ് ചെയ്യുന്നുണ്ടോ എന്ന്. മാത്രമല്ല ഫസ്മിന ഇതിനകത്ത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ പറയുന്ന അസ്മിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അവരും ബോഡി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്, ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പറയുന്ന എന്ത് പരിപാടിക്ക് ഞാനും റെഡിയാണെന്ന് ഫസ്മിന ഇതിനകത്ത് പറയുന്നുണ്ട്. അന്നേരം അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഫസ്മിന പറയണമെങ്കിൽ ചിലപ്പോൾ മേ ബി ഫസ്മിന യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. ഇപ്പം വേറെ തരത്തിൽ ചിന്തിക്കുവാണെങ്കിൽ ഈ ഫസ്മിന ഇവളെ ഇങ്ങനെ ചലഞ്ച് ചെയ്ത സമയത്ത് എന്നാ പിന്നെ ഞാൻ മാത്രം എന്തിനാടി പെടുന്നത്, നിന്നെയും കൂടെ എന്റെ ഇമേജ് പോയാലും വേണ്ടിയില്ല, നിന്നെയും കൂടെ ഞാൻ പെടുത്തിയിട്ടേ പോത്തുള്ളൂ എന്നുള്ള രീതിയിൽ അവളെയും കൂടെ വലിച്ചിനകത്തങ്ങ് ഇട്ടതാണോ എന്ന് നമുക്ക് ചിലപ്പം പറയാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്താണെങ്കിലും ഇവറ്റകളെ ഒന്ന് പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നാല് ചോദിക്കുന്നത് നന്നായിരിക്കും. പണ്ടൊക്കെ എറണാകുളത്ത് ഇല്ലാത്ത സമയത്ത് പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു നോക്കണം, ഇങ്ങനെ നമ്മൾ നോർമൽ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ എന്താ ബ്രോ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തന്മാരുടെ കണ്ണിരിക്കുന്നത്, മനസ്സിലായോ? ആ ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. സോ പ്രിയപ്പെട്ട എറണാകുളം വാസികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരെയും വിധിച്ചല്ല പറഞ്ഞത്. എറണാകുളത്ത് ഒരുപാട് നല്ല ആളുകളുണ്ട്, ഐ നോ, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. സോ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ബട്ട് ഒരു മെജോറിറ്റി ഓഫ് നിങ്ങളുടെ എറണാകുളം ജില്ലയിലെ പോപ്പുലേഷൻ ഇതാണിപ്പോൾ. പാലിലക്കണ്ണ നിന്റെ MDMA കാണുമ്പോൾ മൂക്കിനുള്ളിൽ ഹരമിളകും. ഓക്കെ, ഇനി എന്താണ് ആ വീട്ടിൽ അന്ന് സംഭവിച്ചതെന്ന് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ അസ്മിനെ എടുത്ത് റെന്റ് ചോദിച്ച സമയത്ത് അവൾ റെന്റ് കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവിടെ ഒരു കശപിശ ഉണ്ടായി. ആ സമയത്ത് ഫസ്മിനയുടെ കാമുകൻ അവിടെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരനകത്ത് ഇടപെട്ടു. അങ്ങനെയാണ് ആ ഒരു സീൻ വഷളാവുന്നത്. അതിനെപ്പറ്റി പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ഇവള് ഷിബിലിനെ തല്ലി, അതായത് ലല്ലുവിനെ തല്ലി എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞാനും അവളും തമ്മിലുള്ള പ്രശ്നത്തിന് ലല്ലു ഡോറിന്റെ അവിടെ നിൽക്കുമായിരുന്നു. ഇതാണ് സംഭവിച്ചത്. ലല്ലുവിനെ അവള് നേരെ പോയി തല്ലി. അതിന്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ ഇടാം. അവള് തല്ലിന് അവള് സമ്മതിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഞാനിപ്പം അടുത്ത ഇടുന്നതായിരിക്കും.
അപ്പൊ ഈ പയ്യനെ തല്ലി എന്ന് പറയുന്ന ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതും വളരെ 1, 2, 3 സെക്കൻഡ് മാത്രമുള്ള ഒരു ക്ലിപ്പാണ്. ഈ ഷോർട്ട് ക്ലിപ്പ് അല്ലെങ്കിൽ ഷോർട്ട് വോയിസ് ഒക്കെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. കാര്യം ഇതിന് മുമ്പ് എന്താണോ അവർ പറഞ്ഞത്, ശേഷം എന്താണോ പറഞ്ഞതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അന്നേരം ഏതെങ്കിലും ഒരു സർക്കംസ്റ്റൻസിൽ അതല്ലി എന്നൊക്കെ പറയുന്നത് ചിലപ്പം ഇവരുടെ കയ്യിൽ വീഡിയോ ഉള്ള സമയത്ത് അവർക്ക് ഏത് രീതി വേണമെങ്കിലും അത് മാനിപ്പുലേറ്റ് ചെയ്തിടാം. നിങ്ങൾ ഓർത്താൽ മതി, നമ്മൾ ലീക്ക് ആവുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞും പോയി, പക്ഷെ നമ്മൾ അങ്ങനല്ല പറഞ്ഞത് എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോകും. സോ ഇത് മേ ബി തല്ലി കാണും, തല്ലാതിരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് തല്ലിയെന്നുള്ള ഒരു ചോദ്യം അവിടെ കിടപ്പുണ്ട്. ഓക്കെ, വെറുതെ തല്ലത്തില്ലല്ലോ. എന്താണെങ്കിലും ബാക്കി പറയുന്ന കേൾക്കാം. മൊത്തം ഉടായ്പകളായതുകൊണ്ട് നമുക്ക് ആരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അവള് തല്ലി കഴിഞ്ഞിട്ട് ഇവള് എന്റെ മുടി പിടിച്ച് വലിച്ചിട്ട് എന്നെ പിടിച്ച് ഉന്തി. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് അവള് നില വിളിച്ചിട്ട് അവിടെ ആൾക്കാരെ കൂട്ടിയ സമയത്ത് ഇവളിപ്പോ പറയുന്നത്, അതായത് സ്റ്റേഷനിൽ കേസ് കൊടുത്തേക്കുന്ന ഇതെന്താന്ന് വെച്ചാൽ ഇവളെ സെക്ഷലി ലല്ലു റേപ്പ് ചെയ്യാൻ നോക്കി, പിന്നെ അതുപോലെ എന്താ വെപ്പൺ വെച്ച് ആക്രമിച്ചു, അങ്ങനെ കുറച്ച് സെക്ഷൻസ് അധികം ഇട്ടിട്ടുണ്ട്. അതായത് കുറച്ച് കേസിന്റെ ഇതായത് നോൺ വെയിലബിൾ ഒഫൻസസ് ഇട്ടേക്കുന്നതല്ല. നോൺ വെയിലബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ജാമ്യം കിട്ടാത്ത വകുപ്പിലുള്ള കേസായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ ആ ഓഡിയോയിൽ ഞാൻ അങ്ങനെ അവളോട് സംസാരിക്കാൻ കാരണം എൻ്റെ ബോയ് ഫ്രണ്ടാണ് അവള് കേസ് കൊടുത്തേക്കുന്നത്. അപ്പം എനിക്ക് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞാണ് നിങ്ങളൊന്ന് ഒത്തുതീർപ്പാക്കാൻ നോക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു, സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ നോക്കെന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്വന്തം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരും സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിട്ടായിരിക്കും സംസാരിക്കാം. അത് എൻ്റെ ഭാഗത്തോ അവൻ്റെ ഭാഗത്തോ തെറ്റുണ്ടായിട്ടല്ല. എനിക്ക് എങ്ങനെയും അവനെ ഇറക്കണം, സ്റ്റേഷനിൽ ഇറക്കണം, എനിക്ക് അവന് ജാമ്യം കിട്ടണം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ കാല് പിടിച്ചത്. പക്ഷെ അത് വേറെ രീതിയിൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എങ്ങനെയും അവനെ ജാമ്യത്തിൽ ഇറക്കണം. അതിനുവേണ്ടി ഞാൻ സംസാരിച്ചു. അപ്പോൾ അവൾ കേസ് പിൻവലിക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, കേസ് പിൻവലിച്ചില്ല. ഞാൻ എൻ്റെ രീതിയിൽ, അതായത് എനിക്കറിയാലോ സത്യം എന്താണ്. അപ്പൊ ഞാൻ എൻ്റെ രീതിയിൽ വക്കീലിനെ വെച്ച് ഞങ്ങൾ കേസ് വിജയിച്ചു. അതായത് അവന് ജാമ്യം അന്ന് തന്നെ കിട്ടി. അവന് ജയിലിൽ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. കോർട്ടിൽ കേസ് പ്രൂവ് ചെയ്ത് ഇത് കള്ളക്കേസാണെന്ന് മനസ്സിലാണ്ടാണ്. സോ കോർട്ടിൽ കേസ് നിലനിന്നില്ല, അങ്ങനെ പുള്ളിക്ക് ജാമ്യം കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. എന്തിനാണോ എന്തോ, ഇതിനകത്ത് ആരാണ് ശരി ആരാണ് തെറ്റെന്നൊന്നും നോ ഐഡിയ. ഒരു വെടിക്കെട്ട് വോയിസും കൂടെ കേൾപ്പിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അന്നേരം ഇവളുമാരുടെ ലെവൽ മനസ്സിലായോ? ഹെഡ്സെറ്റ് ഒക്കെ വെക്കാനുണ്ടെങ്കിൽ എടുത്ത് വെച്ചു. ഇത് ഞാൻ അവസാനത്തേക്ക് വെച്ചതാണ്. നീ ആദ്യം അവനെ തല്ലിയില്ല. ഒരു കാര്യമില്ലാണ്ട് പുറത്തേക്കുന്ന ആളെ ഓടിപ്പോയി നീ എന്തോ ഡ്രഗ്സ് ഉപയോഗിച്ച് എന്തോ ഇതില് നീ പോയി തല്ലി. നീ ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഡ്രഗ്സ് അടിച്ച് വീട്ടിൽ വരുന്നതാണ് നിന്നെ പുറത്താക്കിയത്. അത് നീ ആദ്യം മനസ്സിലാക്കുക. എടി, ഞാൻ എന്തായാലും നിന്നെ പോലെ പൈസക്ക് പോയി കിടന്നിട്ടില്ല. അന്തസ്സായിട്ട് എന്റെ കല്യാണമാ. നീ പറ്റുന്നത് നീ ചെയ്യ്. നിനക്ക് കണ്ടവന്മാരെ കളിച്ചു നടക്കാനുള്ള ഇതേ പറഞ്ഞിട്ടുള്ളൂ. നിനക്കൊരു ബോയ് ഫ്രണ്ട്, നിന്നെ ബാധ ഇട്ടിട്ട് പോയതല്ലേടി. നിന്നെ ഇട്ടിട്ട് വേറെ ഇട്ടിട്ടോട് പോലെ നിന്റെ കളി പോരാഞ്ഞിട്ടാവും പോയത്. മനസ്സിലായത് നിനക്ക്? നീ പോരെന്ന്. നിന്റെ കൂടെ കളിച്ച എത്ര പേര് കണ്ടിട്ടുണ്ട് നീ പോരെന്ന്. കളിക്കാൻ പോലും നിനക്ക് മര്യാദയ്ക്ക് അറിയത്തില്ലല്ലോ. പിന്നെ ഷിബിലി ഇതുവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല. നീ തെളിവുണ്ടാക്കടി. നിന്നെ ഉപദ്രവിച്ചിട്ടില്ല ഷിബിലി. നീയാണ് തല്ലിയത്. നിന്നെ ഉപദ്രവിച്ചിട്ടില്ല. നിന്റെ ഒരു തെളിവുണ്ടോ? നിന്നെ ഏതോ ചെറുക്കം കയറി പിടിച്ച്, അതായത് നീ കാറിൽ എന്തോ കളിക്കാൻ പോയപ്പോ ഏതോ ഒരുത്തം കയറി പിടിച്ചത് ഷിബിലി പിടിച്ചതല്ലോ. ഷിബിലി എന്റെ മേത്ത് പോലും തൊട്ടല്ല. ഷിബിലി പുറത്തേക്കായിരുന്നു. നീ അത് ഇല്ലാത്ത അത് ഉണ്ടാക്കി വേണ്ട. നീ കഞ്ചാവ് അടിച്ചിട്ട് ഇല്ലാത്ത അത് ഉണ്ടാക്കല്ലേ. അപ്പൊ ഇപ്പൊ നിങ്ങൾ കേട്ടത് ഫസ്മിനയുടെ വോയിസ് ആണ് ഗൈസ്. ഈ രണ്ട് ടീംസിന്റെയും ഈ രണ്ട് അവളുമാരുടെ ലെവൽ മനസ്സിലായിട്ടുണ്ടല്ലോ. സോ കൂതറകളാണ് ഗൈസ്. അപ്പൊ നമുക്ക് രണ്ടുപേരുടെയും പക്ഷത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്താണെങ്കിലും ഇന്ന് നമ്മുടെ ഗോപൻ സ്വാമിയുടെ അൺബോക്സിംഗ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരാം, അല്ലെങ്കിൽ നാളെ ഞാൻ വരും. തൽക്കാലത്തേക്ക് ഇന്ന് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ സാറിന് അറിയാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യും. കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അപ്പൊ ശരിയെങ്കിൽ ടാറ്റ ബൈ ബൈ.